ആശുപത്രികളിലെ ഉപകരണക്ഷാമത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി രൂപ അനുവദിച്ചു. 65 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും 35 കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കുമാണ് അനുവദിച്ചത്. 2024 ഫെബ്രുവരി മുതൽ ഈ വർഷം മാർച്ച് വരെയുള്ള തുക കിട്ടുന്നതുവരെ സമരം നിർത്തില്ല എന്ന് വിതരണക്കാർ പ്രതികരിച്ചു. ഷിജോ കുര്യൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഈ പൈസ അനുവദിച്ചതിന് ശേഷവും പ്രതിസന്ധിയോ? പൈസ അനുവദിച്ച് ഉത്തരവിറങ്ങിയതേ ഉള്ളൂ. പൈസ ഇതുവരെ വിതരണക്കാരുടെ അക്കൗണ്ടിലേക്ക് ചെന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ സമരം അവസാനിപ്പിക്കില്ല എന്ന് പറയുന്നത്. കാരണം ഈ പൈസ 2024 മുതൽ 2025 മാർച്ച് വരെയുള്ള തുക പൂർണ്ണമായിട്ട് അക്കൗണ്ടിൽ കിട്ടിയാൽ മാത്രമേ സമരം അവസാനിപ്പിച്ച് ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി അടക്കമുള്ളവരിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ള നിലപാടിലാണ് നിലവിൽ വിതരണക്കാരുള്ളത്. എന്തായാലും വലിയ തരത്തിലാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ, മറ്റ് സർക്കാർ ആശുപത്രികൾ അടക്കമുള്ള ഇടങ്ങളിൽ ഈ ഉപകരണക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഉപകരണക്ഷാമം വലിയ തരത്തിൽ രോഗികളെ ബാധിച്ചിരുന്നു. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൂടി വ്യാപിക്കാനിടയായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിന് കത്ത് കൊടുത്തത്. ചില ഉപകരണങ്ങൾ തീരായി, അത് പെട്ടെന്ന് എത്തിച്ചില്ല എങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ അടക്കം മുടങ്ങുമെന്ന് കാട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിന് കത്ത് കൊടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഉപകരണക്ഷാമം കൂടുതൽ രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇപ്പോൾ 100 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി അനുവദിച്ചതിൽ നിന്ന് 65 കോടി സർക്കാർ ആശുപത്രികൾക്കും, അതായത് മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ അടക്കമുള്ള ഇടങ്ങളിലേക്ക് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അനുവദിച്ച 65 കോടി രൂപ ആ ഗണത്തിലേക്ക് മാറ്റിക്കൊടുക്കപ്പെടും. 35 കോടി സ്വകാര്യ മേഖലയിലേക്കാണ്. അതിനുമപ്പുറത്തേക്ക് KMSSCL-ന് ധനവകുപ്പ് 50 കോടി കൂടി അനുവദിച്ചിട്ടുണ്ട്. KMSSCL-ന് തുക കൊടുക്കാത്തതുകൊണ്ട് വലിയ തരത്തിൽ ഉപകരണക്ഷാമത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വിവിധ ആശുപത്രികളിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതിന് ഒരു താൽക്കാലിക പരിഹാരമാവുകയാണ്. പക്ഷേ ഈ തുക അക്കൗണ്ടിലേക്ക് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിലാണ് വിതരണക്കാരുള്ളത്. കാരണം ആ തുക അനുവദിച്ചു എന്ന് പറയുമ്പോഴും അത് അക്കൗണ്ടിലേക്ക് ലഭിക്കാനായിട്ട് വലിയ തരത്തിലുള്ള കാലതാമസം ഉണ്ടാകുന്നു. അത് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നുള്ള ഒരു ആക്ഷേപം കൂടി വിതരണക്കാർ ചിലപ്പോഴൊക്കെ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ ഇതിന് പറ്റില്ല. കാരണം അനുവദിച്ച തുക അക്കൗണ്ടിലേക്ക് വരാതെ ഒരു തരത്തിലും ഉപകരണങ്ങൾ എത്തിക്കില്ല എന്നുള്ള നിലപാട് വിതരണക്കാർ എടുത്തിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അടക്കം ഉണ്ടായിട്ടുള്ള ഈ ഉപകരണക്ഷാമത്തിന് ഒരു പരിഹാരമാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയും അതുപോലെ തന്നെ ധനവകുപ്പും ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 12-ാം തീയതിയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഈ ഉത്തരവിൽ ഒപ്പുവെച്ചത്. 13-ാം തീയതിയോടുകൂടി അത് ഉത്തരവായിട്ട് ഇറങ്ങുകയുമായിരുന്നു. എന്തായാലും ഉടൻ തന്നെ ഈ പറയുന്ന തുക വിതരണക്കാർ അക്കൗണ്ടിലേക്ക് ചെല്ലുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഉപകരണക്ഷാമം കൂടുതൽ പ്രതിസന്ധിയാകുന്നതിന് മുൻപ് തന്നെ വിതരണക്കാർ സമരം അവസാനിപ്പിച്ച് പൈസ ലഭിക്കുന്ന മുറയ്ക്ക് ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജുകളിലേക്ക് അടക്കം എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയും നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിലുള്ളത്. തുക എത്രയും പെട്ടെന്ന് ലഭിക്കും, അല്ലെങ്കിൽ തുക നൽകാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി സർക്കാർ വൃത്തങ്ങൾ നൽകുന്നുണ്ട്.